ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹെയർ കളറിങ് വീഡിയോ ആണ്. ഞാൻ ഓൾറെഡി കളറൊക്കെ ചെയ്ത ഒരാളാണ്. റെഡ് ചെയ്തിട്ടുണ്ട്, വയലറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ബ്ലൂ ചെയ്തിട്ടുണ്ട്. വയലറ്റ് ഒരു ദിവസം തന്നിട്ടുള്ളൂ, എനിക്ക് വയലറ്റ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ റെഡ് ചെയ്തു, പക്ഷെ എങ്കിലും എനിക്ക് ബ്ലൂ ചെയ്തപ്പോഴാണ് നല്ലോണം ഇഷ്ടപ്പെട്ടത്. എൻ്റെ ബ്ലാക്ക് ഹെയറിൽ ഇവിടെ താഴോട്ടേക്ക് ബ്ലൂ മാത്രമായിട്ട്. പക്ഷെ ഇപ്പം അത് ഏകദേശം പോയിട്ട് ഒരു ഗോൾഡൻ ഗ്രീൻ മിക്സഡ് ആയിട്ടാണുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഒന്നും അങ്ങനെ കാണില്ല, ചില സമയത്ത് കാണും, ചിലപ്പോൾ അത് ഇവിടെ ആയിരിക്കും ഉള്ളത്. കണ്ട ഒരു ഗ്രീനും ഗോൾഡും മിക്സഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ അതിനുശേഷം പ്രതിജ്ഞ പോലെ എടുത്തതാണ് ഇനി കളർ ചെയ്യുമ്പം ബ്ലൂ ചെയ്യണം എന്നുള്ള. അത് അന്ന് കുറച്ചല്ലേ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിലൊക്കെ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ കാണിച്ചുതരാം. ഇതാണ് കളറ്, ബ്ലൂ കളർ. ഇനി എനിക്കപ്പോൾ കുറേ സെക്ഷൻസ് ആയിട്ട് എടുക്കണം മുടി, എന്നാലാണ് ഒരു എല്ലാണ്ട് തോന്നിയ പോലെ എല്ലാ സ്ഥലത്തും കളർ ചെയ്യുന്നതല്ല, കുറച്ച് സെക്ഷൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സെക്ഷൻസ് എടുത്തിട്ട് കാണാം. ഞാൻ ഇങ്ങനെ മുടി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ടോ എൻ്റെ മുടീൻ്റെ കളറ്. അതായത് ആദ്യം ചെയ്തതിൻ്റെ കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ ഒരു ഗ്രീൻ. ഓക്കെ, ഞാൻ സെക്ഷൻ എടുക്കുവാണ്. ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് കുറച്ച് കുറച്ച് എടുക്കണം, എന്നാലാണ് കളർ കറക്റ്റ് പിടിക്കും. അപ്പം ഞാൻ ഈ മേലത്തെ ഭാഗവും പിന്നെ ഇത് താഴെ വളർന്നത് പുതിയത് മുടി അവിടെ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്, നോക്കാം. അപ്പം ഗായ്സ്, അങ്ങനെ ഞാൻ സെക്ഷനൊക്കെ ആക്കി വെച്ചിരിക്കുവാണ്. 4 സെക്ഷനായിട്ടാണ് എടുത്തത്. ഇവിടെ രണ്ടെണ്ണം, ഇവിടെ രണ്ടെണ്ണം. പിന്നെ ഞാൻ ബാക്ക് ചെയ്തില്ല. ഞാൻ വിചാരിക്കുന്ന 2 സൈഡ് സെറ്റാക്കാമെന്നാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം. സക്സസ് ആയാൽ പറയാം. അപ്പം ഞാൻ ഈ അടുത്ത ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് പൊളിക്കണം. ഇതിൽ ഡെവലപ്പർ ഉണ്ടാവും, കളർ ഉണ്ടാവും, കാണിച്ചു തരാം. ഇത് കളർ ക്രീമാണ്. ഇത് ലാസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. ഈ ബ്ലൂവിൽ ഡെവലപ്പർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്ലൂ, ഗ്രീൻ, വയലറ്റ് ആണെന്ന് തോന്നുന്നു. ഇതിലൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഡെവലപ്പർ. ഇത് രണ്ടും, ഇതിൽ പൗഡർ ഉണ്ടാവും, ക്രീമും പോലത്തെ ഉണ്ടാവും. അത് രണ്ടും മിക്സ് ആക്കിയിട്ട് തലക്ക് അപ്ലൈ ചെയ്യണം. മുടിക്ക്, തലക്കല്ല സോറി, മുടിക്ക്. സ്ട്രീക്സിൻ്റെ കണ്ടീഷണർ നല്ല സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഗായ്സ് ഒരു ബോക്സിൽ വരുന്നത്. കളർ ക്രീം, കണ്ടീഷണർ, ഗ്ലൗസ്, ഇത് ബ്ലീച്ച് ചെയ്യേണ്ടത്, പിന്നെ ബ്രഷും. അപ്പോൾ ഗായ്സ്, സ്റ്റെപ്പ് 1 ഞാൻ ചെയ്യാൻ പോവാണ്. ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം, അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഗായ്സ്, അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യലൊന്നുമില്ല. പിന്നെ ഇതിൽ മിക്സ് ചെയ്ത് കാണിച്ചു തരാം. കാണുന്നുണ്ടോയെന്നറിയില്ല. ഫസ്റ്റ് ഇത് പൊടീൻ്റെ അത് കട്ടിയാണ്. എന്നിട്ട് ഒരു നീല കളറാണ് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ? നിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മേനെ സംസാരം കേൾക്കാം. ഇവിടെ എത്ര പറഞ്ഞാലും മിണ്ടാതിരിക്കില്ല. ഇതാണ് ഞാൻ വീഡിയോ ഇടുന്നതിൻ്റെ അവസ്ഥ. വീഡിയോ ഇടുന്നതിന് എൻ്റെ അവസ്ഥ ഇതാണ്. ഇവരിങ്ങനെ സംസാരിക്കും. ഒറ്റപ്പെട്ട ദിവസം അങ്ങനെ കിട്ടണേ, അങ്ങനെ കിട്ടുന്നില്ല. അപ്പം അടുത്തത് ഡെവലപ്പർ ക്രീം കട്ട് ചെയ്യണം. ഇത് രണ്ടും മിക്സ് ചെയ്യണം. ഈ ബ്രഷ് കൊണ്ട് ഇത് മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. കളർ കണ്ടോ? മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാ ഈ ഒരു പരുവത്തിലാണ്. മൂക്കിലൊരു തുളച്ച് ചെയ്യുന്ന സ്മെല്ലും അന്നേരം നമ്മൾ അത് അപ്ലൈ ചെയ്യാം. ആ പ്രവർത്തിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഞാനെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി മുടിയിൽ അപ്ലൈ ചെയ്ത് മടക്കിയെല്ലാം വെച്ചിട്ട് കാണിച്ചു തരാം. കാരണം എനിക്ക് ഇത് നോക്കിയിട്ട് ഫോൺ നോക്കിയിട്ട് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഓക്കെ, എന്നാലും ഗായ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ഒരു മിനിറ്റ്, ഒരു മുടി ഞാൻ കിട്ടിയ ഒരു സെക്ഷൻ എടുക്കുക, ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഡെവലപ്പർ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെയും മടക്കിയിട്ട് ഇതങ്ങ് ഇങ്ങനെയൊക്കെ സെറ്റ്. ഗൈസ്, ഞാനിത് അലൂമിനിയം ഫോയിൽ കൊണ്ടൊക്കെ
മടക്കി വെച്ചിരിക്കുകയാണ്. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം സെറ്റാവോന്ന് അറിയില്ല, നോക്കട്ടെ. 11:15 ഞാൻ വെച്ചത്. 11:45 ഇത് കഴുകണം, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഞാൻ ഡെവലപ്പർ അപ്ലൈ ചെയ്ത് കുളിച്ച് വന്നിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ മറ്റേ കളറിലുകൊണ്ടാണ് ഇങ്ങനെ. എന്താവും അറിയില്ല. ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഡെവലപ്പർ ചെയ്തിട്ട് കഴുകി കഴിഞ്ഞിരിക്കുകയാണ്. മുടി നല്ലോണം ഉണക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി ഉണങ്ങാനുണ്ട്. എന്നാലും എൻ്റെ മുടി ഇങ്ങനെയല്ല നിൽക്കുക, കുറച്ചും കൂടി ബുഷ് പോലെ ഇങ്ങനെ നിൽക്കും. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കളർ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാനിനി കളർ ചെയ്യാൻ പോവാണ്. സ്റ്റെപ്പ് 2. അപ്പോൾ ഞാനങ്ങനെ സെക്ഷനൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം കണ്ട നല്ല രീതിയിൽ കാണുന്നില്ല ഡെവലപ്പർ ചെയ്തതിൻ്റെ. പിന്നെ ഇവിടെ കാണുന്ന പച്ച എന്ന് പറയുന്ന ആദ്യമുള്ള നീല കളറിന് എന്തെല്ലോ മിക്സഡായിട്ട് വന്നതാണ്. അത് നോക്കണ്ട, ലാസ്റ്റ് നീല വരുമോ എന്ന് എനിക്കറിയില്ല. എല്ലാം നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ള. പിന്നെ ഗായ്സ്, നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുമെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് കളറ്. ഇതിനി കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഞാനിത് കട്ട് ചെയ്യാൻ പോവാണ്. അയ്യോ, ഇവിടുന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ ബൗളിലാക്കുവാണ്. അതാ കണ്ടില്ല, നല്ല കരി നീലയാ. അപ്പം ഞാൻ ഗ്ലൗസ് ഇടാൻ പോവാണ്. ഇതിൽ കുറച്ചുണ്ട്. ഞാൻ എല്ലാം എടുക്കും, ഈ കവറിൻ്റെ ഉള്ളിൽ എല്ലാം എടുക്കും. അങ്ങനെ ഞാൻ വിടൂല. കണ്ടില്ലേ? ഓ, എന്റെ കയ്യിലല്ലായി. നല്ല മണം. ഓ, എനിക്ക് കളറിങ്ങിൽ ശരിക്കും ഇഷ്ടം ഈ മണമാണ്. വാവ് വാവ് വാവ്. ആൻറ്റി വാവ് പറ, വാവ് ആയിട്ടുണ്ടെന്ന് പറ. അപ്പൊ ഗൈസ്, ഇതാണ് കളറ്. ബ്ലൂ കളറാണ്, നല്ല ഡാർക്ക് ബ്ലൂ. ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? കണ്ണാടി നോക്കിയിട്ടാണെങ്കിൽ ഓക്കെ ചെയ്ത് നോക്കട്ടെ. ഒരു കയ്യിലെ ഗ്ലൗസ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട്. ഇങ്ങനെ ഗൈസ്, ഞാൻ അങ്ങനെ അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇതിങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. കളർ ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി ഒരു അരമണിക്കൂറാണ് പറയല്. എനിക്ക് നീല നല്ല രീതിക്ക് പിടിക്കണം. കഴിഞ്ഞ പ്രാവശ്യം തേച്ചിട്ട് അരമണിക്കൂർ വെച്ചിട്ട് അത്ര ആയിക്കില്ല. അതുകൊണ്ട് 1 മണിക്കൂർ ഞാൻ വെക്കും. അതുകൂടാണ്ട് ഞാൻ അമ്മേൻ്റെ നരച്ച മുടിയിൽ ഈ കളർ ബാക്കി തേച്ച് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് അറിയില്ല അമ്മക്ക് ഇനി നീല മുടി വരുമോ എന്നുള്ള. 1-2 നരച്ചുള്ളൂ, അതുകൊണ്ട് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ള. അപ്പൊ ഗായ്സ് ഞാൻ എൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഞാൻ കുളിച്ചൊന്ന് ഒരുങ്ങിയതാണ്. കാണിച്ചു തരാം. ഇത് നല്ല രീതിക്കുണ്ട്. അതായത് ചില സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ ബ്ലൂ ആയിട്ട് കാണുന്നുണ്ട്. അതോരോ ഡെവലപ്പർ നിൽക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ പിശുക്കി ജീവിക്കുന്നില്ലടോ. അതുകൊണ്ടിതാ എനിക്കെന്തായാലും ഇഷ്ടമായി. അതായത് ഇങ്ങനെ ഫുള്ള് നീലയൊന്നല്ലല്ലോ, കുറച്ച് ബ്ലാക്കിൽ കുറച്ച് ബ്ലൂ ആയിട്ട് വരുന്നതല്ല. ഞാനിനി ഇതിൽ കാണിച്ചുതരാം. ചീർക്കൊണ്ട് ഓരോന്ന് ചീകുമ്പോൾ ഒരു സൈഡൊക്കെ കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇങ്ങനെ ചീക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഈ സൈഡ് മാത്രം. അതുപോലെ ഇവിടെ താഴെ മാത്രം. അയ്യോ, ഇത് മറ്റേ സെലിങ്കു അങ്ങോട്ട്. ഓക്കെ, അപ്പം ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പറയാം. എൻ്റെ കയ്യിൽ വ്യൂവേഴ്സ് കൂടുതലായിരിക്കും, പക്ഷെ ലൈക്ക് അത്ര ഉണ്ടാവില്ല. അത് നിങ്ങൾ ഇടാൻ മറന്നു പോകുന്നതാണ്. ഇനി ഇഷ്ടപ്പെടായിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ബൈ, ടാറ്റാ, ബൈ ബൈ.